ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം ഓരോ ചാപ്റ്റേഴ്സും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീഡിയോയിലൂടെ ഓരോ ചാപ്റ്റേഴ്സ് വീതമാണ് ചർച്ച ചെയ്യുക. കാര്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കുറേ പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നതായിട്ടൊക്കെ കാണാം. അതേപോലെ തന്നെ കുറച്ചധികം പോയിന്റ്സ് നമുക്ക് ഈ ഭാഗത്തിലൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല, കുട്ടികൾക്ക് അധിക വായനയ്ക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗത്ത് നിന്ന് ചർച്ച ചെയ്യും. മൊത്തമായിട്ട് ഇതിൻ്റെ അകത്ത് പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ വരാം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പാഠഭാഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പാഠഭാഗങ്ങൾ പരിചയപ്പെട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏവർക്കും പി എസ് സി മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നത്. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് ശ്രദ്ധിക്കുക. ആ പേരിൻ്റെ അകത്ത് തന്നെ കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകുന്ന കാര്യങ്ങൾ അത് മനുഷ്യന്റെ പരിണാമം, ആദിമ മനുഷ്യരുടെ കാര്യങ്ങൾ, അതേപോലെ തന്നെ ലോകത്ത് നിലനിന്നുണ്ടായിരുന്ന പല സംസ്കാരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടാനുള്ളത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തെടുത്ത് നമുക്ക് പരിശോധിക്കാം. പാഠഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു കൃതിയിലെ കുറച്ച് വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പാഠപുസ്തകം തുടങ്ങുന്നത്. ആ കൃതി ഏതെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നതാണ് കൃതിയുടെ പേര്. ഇത് ആരുടെ കൃതിയാ എന്ന രീതിയിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കൃതിയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. ഒന്നാമത്തത് ആ വസ്തുതയാണ് ഈ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നെക്സ്റ്റ്, ഏവർക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, എ ഡി നിലവിൽ എത്രയാണ്, അല്ലെങ്കിൽ സി ഇ നിലവിൽ എത്രയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നിലവിൽ എ ഡി അല്ലെങ്കിൽ സി ഇ എന്ന് പറയുന്നത് 2026 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബി സി, എന്താണ് സി ഇ എന്നൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം. അതായത് ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് വേണ്ട ഐഡിയ ഇതാണ്. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിക്കാം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ പേരാണ് ബി സി ഇ, അല്ലെങ്കിൽ പൊതുവർഷത്തിന് മുമ്പ്. ബി സി ഇയുടെ ഫുൾ ഫോം ഇങ്ങനെയാണ്, ബിഫോർ കോമൺ എറ. രണ്ടാമത്തത് പൊതുവർഷം, അല്ലെങ്കിൽ കോമൺ ഇറ, അല്ലെങ്കിൽ സി ഇ. സിയുടെ ഫുൾ ഫോം ആണ് എന്ത്, കോമൺ എറ. മലയാളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് പൊതുവർഷം. ബി സി ഇ, ബിഫോർ കോമൺ എറ, അതിൻ്റെ മലയാളം ടേം പൊതുവർഷത്തിന് മുമ്പ്. മനസ്സിലായല്ലോ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ബി സി, എ ഡി എന്നിങ്ങനെയായിരുന്നു ആ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാലഗണന അനുസരിച്ച് 2ആയി തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം ബി സി എന്നും, അതായത് ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിന് ശേഷമുള്ള അല്ലെങ്കിൽ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം എ ഡി, അന്നോ ഡൊമിനി എന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ എ ഡി എന്നുള്ള പേര് മാറ്റിയിട്ടാണ് നമ്മൾ എന്താക്കി മാറ്റിയത്, സി ഇ എന്ന രീതിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഫുൾ ഫോം എന്താ, ബിഫോർ കോമൺ എറ ബി സി ഇ, കോമൺ എറ സി ഇ. അപ്പോൾ നിലവിൽ സി ഇ 2026 എന്നൊരു ധാരണ ഉണ്ടാവണേ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ബി സി ഇ, സി ഇ എന്ന രീതിയിലാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ പരിചയപ്പെടുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണെന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണല്ലോ. ഒരു നൂറ്റാണ്ട് എന്താ, 100 വർഷമാണ്. ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാലോ, അത് 10 ലക്ഷം വർഷമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഒരു നൂറ്റാണ്ട് 100 വർഷമാണ്, ഒരു ദശലക്ഷം വർഷവും അത് 10 ലക്ഷം വർഷമാണ്. കിട്ടിയല്ലോ. അടുത്തായിട്ട് ഫോസിലുകൾ. നമ്മൾ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഫോസിൽ എനർജീനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോസിലുകളെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നവയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പോൾ ഫോസിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ഭാഗം ചാൾസ് ഡാർവിനെ കുറിച്ചാണ്. പരിണാമശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ആര്, ചാൾസ് ഡാർവിൻ അല്ലേ. അദ്ദേഹത്തിന്റെ ജനനം 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. വർഷം 1809 ഫെബ്രുവരി 12.
ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യങ്ങളിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞൻ ആണ് ആര്? ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ചാൾസ് ഡാർവിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിൻ്റെ സ്വദേശം ഇംഗ്ലണ്ടാണ്. 1809 ഫെബ്രുവരി 12 ജനിച്ചു. കിട്ടിയല്ലോ പോയിന്റ്. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തൻ്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലവും അതേപോലെ തന്നെ അദ്ദേഹം ജനിച്ച വർഷമൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചോളാം. അതാണ് മെയിനായിട്ടും ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പരിണാമ സിദ്ധാന്തം, മനുഷ്യൻ്റെ പരിണാമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ പരിണാമം ഏകദേശം നമുക്ക് ഈ പിക്ചറിലൂടെ നമുക്കൊരു ഏകദേശം ഒരു പിക്ചർ ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ആദ്യത്തെ രൂപം എന്ന രീതിയിൽ പ്രൈമേറ്റുകൾ എന്നൊരു വിഭാഗത്തെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതായത് സസ്തനികളിലെ ഒരു വിഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമേറ്റുകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് പ്രൈമേറ്റുകളിൽ നിന്നാണ്. മനുഷ്യരുടെ സസ്തനിയാണല്ലോ. അതേപോലെ തന്നെ സസ്തനികളിൽ 4 കാലിൽ നടക്കുന്ന ആ രീതിയിലുള്ള പരിണാമത്തെ നമ്മൾ പറയുന്ന പേരാണ് ഹോമിനോയിഡുകൾ. 4 കാലിൽ നടത്തുന്നതിന് പറയുന്ന പേരാണ് ഹോമിനോയിഡുകൾ. പിന്നീട് എന്ത് ചെയ്യുന്നു? ഇരുകാലിൽ നടത്തം എന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹൊമിനിഡുകൾ. ഈ ഹൊമിനിഡുകൾ 2 രീതിയിലുണ്ട്. അതിലൊന്ന് ആസ്ട്രലോപീത്തേക്കസും അതേപോലെ തന്നെ ഹോമോ എന്നുള്ള വിഭാഗവും. അവിടെ കിട്ടേണ്ട കാര്യം, ഹോമോ എന്നുള്ള വിഭാഗത്തെ നമുക്ക് 4ആയി തരംതിരിക്കാം. ഒന്ന് ഹോമോ ഹാബിലിസ്, അടുത്തായിട്ട് ഹോമോ ഇറക്റ്റസ്, അടുത്ത ഹോമോ സാപ്പിയൻസ്. ഏതൊക്കെയാ? ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലസ് എന്ന് പറയുമ്പോൾ ഉപകരണ നിർമ്മാതാക്കളാണ്. നമ്മൾ ഒരു ഹോബി എന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഉപകരണമൊക്കെ നിർമ്മിക്കുന്നത് ഒരു ഹോബി അല്ലേ ചില ആൾക്കാരുടെ? ആ രീതി കണക്ട് ചെയ്തോളാം. ഹോമോ ഹാബിലസ് എന്ന് പറയുമ്പോൾ ഉപകരണ നിർമ്മാതാക്കളെ എന്ത് വിളിക്കുന്നത്? ഹോമോ ഹാബിലിസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഹോമോ ഇറക്റ്റസ്. ഓക്കെ, നിവർന്ന് നടക്കുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണ് ഹോമോ ഇറക്റ്റസ്. ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യരെയാണെന്ന് വിളിക്കുക, ഹോമോ സാപ്പിയൻസ് എന്ന് വിളിക്കുക. ഇപ്പോൾ നമ്മൾ പൂർവികന്മാർ ആരൊക്കെയാണ്, അതേപോലെ തന്നെ മനുഷ്യൻ്റെ പരിണാമം എങ്ങനെയൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സസ്തനികളിലെ ഒരു വിഭാഗത്തെ പ്രൈമേറ്റുകൾ എന്ന് വിളിച്ചു. പിന്നീട് 4 കാലിൽ നടത്തുന്ന ആ രീതിയിലേക്ക് പരിണാമം വന്നു. അതിനുശേഷം ഇരുകാലിൽ നടത്തം വന്നു. അതിനുശേഷം ഹോമിനിഡുകൾ 2 രീതിയിൽ പറയാം. ആസ്ട്രലോപിത്തേക്കസും ഹോമോ എന്നുള്ള വിഭാഗവും. ആ ഹോമോയിലെ 3 വിഭാഗങ്ങൾ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. നമുക്ക് ഈ പിക്ചറിലൂടെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോളാം. അടുത്തായിട്ട് ശിലായുഗത്തെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ശിലായുഗത്തെ 3ആയി തരംതിരിക്കാം അല്ലേ? ഒന്നാമത്തത് പ്രാചീന ശിലായുഗം, രണ്ടാമത്തത് മധ്യശിലായുഗം, മൂന്നാമത്തത് നവീന ശിലായുഗം. അപ്പോൾ ശിലായുഗം 3 ഏതൊക്കെയാ? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഓരോ ശിലായുഗങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെട്ടു പോവാം. ഓക്കെ, ആദ്യം പ്രാചീന ശിലായുഗം. അതിൻ്റെ സവിശേഷത എന്തൊക്കെയാ? ശിലായുഗത്തിൻ്റെ ആദ്യഘട്ടമാണ് ഏത്? പ്രാചീന ശിലായുഗം. പ്രാചീനം എന്ന് പറഞ്ഞാൽ ആദ്യം എന്നല്ലേ? ആ രീതി തന്നെ ആലോചിച്ച് വെക്കുക. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പരുക്കൻ കല്ലുകളാണ് ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഉപകരണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചു. അതേപോലെ തന്നെ ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി മാറ്റിയ കാലഘട്ടം ഏതാ? പ്രാചീന ശിലായുഗം. ഓക്കെ, ഒരു പക്ഷേ പ്രസ്താവനയുള്ള രീതിയിലുള്ള ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാചീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, നവീന ശിലായുഗമായിട്ട് ബന്ധപ്പെട്ടത് ഏത്, മധ്യശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് എന്ന രീതിയിലൊക്കെ പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭാഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഓരോന്നിൻ്റെ സവിശേഷത എടുത്തെടുത്ത് പരിശോധിച്ചുള്ള. അടുത്തായിട്ട് മധ്യശിലായുഗം. സൂക്ഷ്മശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഈ കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. മൂർച്ചയുള്ള കത്തികളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? മധ്യശിലായുഗത്തിലാണ്. അതേപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ
മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. സിമ്പിളല്ലേ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതായത് സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു, ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങൾ, മത്സ്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി ഉപയോഗിക്കുന്നു. സവിശേഷതയെല്ലാം കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. അടുത്തായിട്ട് നവീന ശിലായുഗം നോക്കിയേ. കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണിത്. കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. മനുഷ്യൻ ഇലകളൊക്കെ വസ്ത്രങ്ങളാക്കി തുടങ്ങിയ കാലഘട്ടം ഏത്, അല്ലെങ്കിൽ ചക്രം കണ്ടുപിടിച്ച കാലഘട്ടം ഏത്, കൃഷി ആരംഭിച്ച കാലഘട്ടം ഏത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഇതിനെ മാറ്റാം. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊള്ളാം. നെക്സ്റ്റ് അടുത്തായിട്ട് ബിംബേഡ്ക എന്നുള്ള ഒരു ഗുഹാഭാഗത്തെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ബിംബേഡ്ക എന്ന് പറയുന്നത് എവിടെയുള്ള പ്രദേശമാണ്? മധ്യപ്രദേശിലാട്ടോ. മധ്യപ്രദേശിലാണ് ബിംബേഡ്ക. ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക. ഓർത്ത് വെച്ചോളണം, മധ്യപ്രദേശിലാണ് ബിംബേഡ്ക. പ്രാചീന മനുഷ്യരുടെ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാചിത്രങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാചിത്രങ്ങൾ എന്ന് മനസ്സിലാക്കി വെക്കുക. മെയിനായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് കയറേണ്ട കാര്യം, ബിംബേഡ്ക എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് മധ്യപ്രദേശിലാണ്. കിട്ടുമല്ലോ. അടുത്ത ഫാക്ട്, കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും തുടങ്ങിയത് എപ്പാണ്? അതായത് നമ്മൾ കൃഷി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് തുടങ്ങിയിട്ടുണ്ടാവും? സ്ഥിരവാസം തുടങ്ങിയിട്ടുണ്ടാവും. ആ പോയിന്റ് കിട്ടുമല്ലോ. അപ്പോൾ കൃഷിയുടെ ആരംഭം നവീന ശിലായുഗത്തിലാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കൃഷിയുടെ ആരംഭം എപ്പാ? നവീന ശിലായുഗത്തിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ സമയത്ത് സ്ഥിരവാസവും തുടങ്ങിയിട്ടുണ്ടാവും. കിട്ടുമല്ലോ. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചിരുന്ന ലോഹം ഏത്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചിരുന്ന ലോഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കൊള്ളണം, അത് ചെമ്പായിരുന്നു. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചിരുന്ന ലോഹമാണ് ഏത്? ചെമ്പെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നു? വെങ്കലത്തിൻ്റെ ഉപയോഗം വരികയാണ് അല്ലെ. വെങ്കലത്തിൻ്റെ ഉപയോഗം വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്? സഹായമായിട്ടുണ്ട്. കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപ്പന്ന വർധനവിന് കാരണമായിട്ടുണ്ട്. കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കാർഷിക കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കിയിട്ടുണ്ട്. കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വെങ്കലത്തിൻ്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഒന്നാമത്തെ കാര്യം, വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ, അതേപോലെ തന്നെ കൃഷിയുടെ വ്യാപനമാണ്, അതേപോലെ തന്നെ കാർഷികോൽപാദനങ്ങളുടെ വർധനവാണ്, അതേപോലെ തന്നെ കൈമാറ്റ കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ പട്ടണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. നെക്സ്റ്റ്, പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഈ വെങ്കലയുഗ സംസ്കാരങ്ങളെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. വെങ്കലയുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഫലമായി ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വെങ്കലയുഗത്തിൽ സംസ്കാരങ്ങൾ രൂപപ്പെടുക ചെയ്യുന്നത്. സിവിലൈസേഷൻ ഈ സമയത്താണ് രൂപീകരിക്കുന്നത്. അതിലെ സംസ്കാരങ്ങൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, ഇതൊക്കെയാണ് ലോകത്തിൽ രൂപം കൊണ്ട പല സംസ്കാരങ്ങൾ. ഈ നഗരപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ രൂപം കൊള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ സവിശേഷത ഇനി അങ്ങോട്ടേക്ക് നമുക്ക് എടുത്ത് പരിശോധിക്കാനുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് മനസ്സിലാക്കുക. ആ പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, ചൈനീസ് സംസ്കാരം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ ചൈനീസ് സംസ്കാരം എന്ന ഏത് സ്ഥലത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും? അവിടെ ഒരു നദി കാണാം. ആ നദിയുടെ പേരാണ് ഹൊയാങ് ഹോ നദി. ഏതാണ്? ഹൊയാം ഹോ നദി. അപ്പൊ ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്താണ്? ഹൊയാം ഹോ നദീതീരത്താണ്. അടുത്തായിട്ട് ഇവിടെ ഹാരപ്പൻ സംസ്കാരം കാണാമല്ലോ. ഈ ഹാരപ്പൻ സംസ്കാരം ഏത് നദീതീരത്താണ് ഉടലെടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇതാ ഈ ഭാഗത്തായിട്ട് സിന്ധു നദിയെ നമുക്ക് കാണാൻ പറ്റും. ആ സിന്ധു നദീതീരത്താണ് ഏത് രൂപം കൊണ്ടിട്ടുള്ളത്? ഹാരപ്പൻ സംസ്കാരം.
കണ്ടില്ലേ, ഇവിടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഇവിടെ കാണാൻ നിങ്ങൾക്ക്, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് നദികളാണ്, ഒന്ന് യൂഫ്രട്ടീസും അടുത്ത ടൈഗ്രിസും. അപ്പം മെസപ്പൊട്ടോമിയൻ സംസ്കാരം രൂപം കൊണ്ടത് യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾക്കിടയിലാണ്. അടുത്തായിട്ട് ഈജിപ്ത് സംസ്കാരമാണ്. ഈജിപ്തൻ സംസ്കാരം രൂപം കൊണ്ടത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, അതാണ് നൈൽ നദി. ആ നൈൽ നദിക്കരയിൽ രൂപം കൊണ്ട സംസ്കാരമാണ് ഏത്? ഈജിപ്ത്യൻ സംസ്കാരം. അപ്പം 4 സംസ്കാരങ്ങൾ ഏതൊക്കെയാ? ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഈജിപ്ത്യൻ സംസ്കാരം. ഇതൊക്കെ ഏത് നദീതീരത്താണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഒന്ന് ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ, ഹാരപ്പൻ സംസ്കാരം സിന്ധു, മെസപ്പൊട്ടോമിയൻ സംസ്കാരം യൂഫ്രട്ടീസും ടൈഗ്രിസും, അടുത്ത ഈജിപ്ത് സംസ്കാരം നൈൽ നദിക്കരയിൽ. ഇത്രയും കാര്യങ്ങൾ ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത കാര്യം നോക്കി, പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് ഈ ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം അല്ലേ. ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഏത് നദികൾ അല്ലെങ്കിൽ നദീതടങ്ങൾക്കിടയിലാണെന്നാണ് ഞാൻ പറഞ്ഞത്? 2 നദികൾ പറഞ്ഞല്ലേ, യൂഫ്രട്ടീസും ടൈഗ്രിസും. കിട്ടണേ. ഈജിപ്ത്യൻ സംസ്കാരം ഏതായിരുന്നു നദി? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ഞാൻ പരിചയപ്പെടുത്തി. ഏതാ? നൈൽ നദി അല്ലേ. ഹാരപ്പൻ സംസ്കാരം നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഏതാണ്? സിന്ധു നദി. ചൈനീസ് സംസ്കാരം അവിടെ ഏതാ നദി? ഹൊയാങ്ഹോ. കിട്ടിയല്ലോ. അപ്പോൾ ഈ സംസ്കാരങ്ങൾ ഏതൊക്കെ നദീതടത്തിൽ രൂപം കൊണ്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം, വെങ്കലയുഗ സംസ്കാരം നദീതടങ്ങൾ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ, അവിടെ എന്തുണ്ടാവും? ഫലഭൂഷ്ടമായ മണ്ണുണ്ടാവും, ജലത്തിൻ്റെ ലഭ്യത ഉണ്ടാവും, അനുകൂല കാലാവസ്ഥ ഉണ്ടാവും. ഇതുകൊണ്ടൊക്കെയാണ് ഈ നദീതട സംസ്കാരങ്ങൾ അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതടങ്ങളിൽ രൂപം കൊള്ളാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നെക്സ്റ്റ്, മെസപ്പൊട്ടോമിയ സംസ്കാരം നമ്മളൊന്ന് എടുത്തു പരിശോധിക്കുകയാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. 2 നദികൾ നിങ്ങൾ അവിടെ കണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു നമ്മളെ നദികൾ? യൂഫ്രട്ടീസ്, അടുത്തായിട്ട് ടൈഗ്രിസ്. ഓക്കെ, ആ നദികൾക്കിടയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ഇറാഖിന്റെ ഭാഗമാണ് ഈ പ്രദേശം എന്ന് മനസ്സിലാക്കി വെക്കുക. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ എന്നിങ്ങനെ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഏതൊക്കെ സംസ്കാരങ്ങളാ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. അപ്പോൾ ഏതൊക്കെ സംസ്കാരങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് മെസപ്പൊട്ടോമിയ സംസ്കാരം രൂപം കൊണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ സുമേറിയ, ബാബിലോണിയ, അസീറിയ, കാൽഡിയൻ. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നദികൾക്കിടയിലുള്ള പ്രദേശം. ഏതൊക്കെ നദികൾ? യൂഫ്രട്ടീസും ടൈഗ്രിസും. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? അടുത്തത്, ഈ മെസപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട നഗരജീവിതത്തിന്റെ പ്രത്യേകതയും അതേപോലെ തന്നെ അവരുടെ എഴുത്ത് വിദ്യയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ നിങ്ങൾ, മെസപ്പൊട്ടോമിയയിൽ നഗര ജീവിതം കെട്ടിപ്പടുക്കാൻ സംഭാവന നൽകിയ ആദ്യ ജനത സുമേറിയക്കാരായിരുന്നു. അപ്പോൾ സുമേറിയ എന്ന് പറയുന്ന ആ സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ആ 4 സംസ്കാരത്തിൽ ഒന്നായിരുന്നല്ലോ സുമേറിയ. അതേപോലെ മനസ്സിലാക്കി വെക്കുക, മെസപ്പൊട്ടോമിയ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ്? ഉർ, ഉറൂക്ക്, ലഗാഷ്. ഏതൊക്കെയാ? ഉർ, ഉറൂക്ക്, ലഗാഷ്. ഏതൊക്കെയാ? ഉർ, ഉറൂക്ക്, ലഗാഷ്. കിട്ടിയല്ലോ. മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ക്യൂണിഫോം. ഏതാണ്? ക്യൂണിഫോം എന്ന രീതിയിലാണ് മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത്. നമുക്ക് ഈ എഴുത്ത് വിദ്യയുടെ അല്ലെങ്കിൽ ക്യൂണിഫോം ലിപിയുടെ ആ സവിശേഷതയൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ ഇത് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണെന്ന് മനസ്സിലാക്കണം. ഇതാ നോക്കിയാൽ നിങ്ങൾ ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പല ചിത്രങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ ഏകദേശം ഒരു ആപ്പിന്റെ ആകൃതിയിലല്ലേ? മരത്തിൻ്റെ മുകളിലൊക്കെ അടിച്ചു കയറ്റുന്ന ആപ്പില്ലേ, അതിൻ്റെ ആകൃതിയിലാണ് ഈ ചിത്രങ്ങൾ കാണുക. അപ്പോൾ ആപ്പിൻ്റെ ആകൃതിയിലുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ചിത്രലിപിയാണ് ഏത്? ക്യൂണിഫോം. നെക്സ്റ്റ്, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു കളിമണ്ണല്ലേ ഇവിടെ കാണാൻ പറ്റുന്ന, കളിമണ്ണിൻ്റെ രൂപം കാണാൻ പറ്റുന്നില്ലേ? കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ്, കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകളാണ്
കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത്? ആദ്യം എന്ത് പറഞ്ഞു? നമ്മൾ കളിമണ്ണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ വേണ്ടിയിട്ട് എന്തുപയോഗിച്ചു? കൂർത്ത മുനയുള്ള ഈറത്തണ്ടുകൾ ഉപയോഗിച്ചു. അപ്പോൾ ക്യൂണിഫോം ലിപി, അതേപോലെ തന്നെ ഇവിടെയുള്ള നഗരജീവിതങ്ങൾ, ഈ സംഭവങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി മെസപ്പൊട്ടോമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ശാസ്ത്രവും ഗണിതപരവുമായിട്ടുള്ള അവരുടെ സംഭാവനകൾ. ഒന്ന്, അവരാണ് ചന്ദ്ര പഞ്ചാംഗം, അതായത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? പഞ്ചാംഗം മുന്നോട്ട് വെച്ചത് മെസപ്പൊട്ടോമിയക്കാരാണ്. അതേപോലെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കിയതും ഏകദേശം കണക്കാക്കിയതും മെസപ്പൊട്ടോമിയക്കാർ തന്നെയാണ്. അതേപോലെ തന്നെ മാത്സിൽ, കണക്കിൽ ഹരണവും ഗുണനവും ഈ പ്രക്രിയകൾ ആദ്യമായി ഉപയോഗിച്ചതും ആര് തന്നെയാണ്? മെസപ്പൊട്ടോമിയക്കാരാണ്. അപ്പോൾ എന്തൊക്കെയാ? ചാന്ദ്രപഞ്ചാംഗം, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി, അതേപോലെ തന്നെ ഹരണവും ഗുണനവും കണക്കാക്കി. നെക്സ്റ്റ്, മെസപ്പൊട്ടോമിയക്കാരുടെ നിയമം, അതായത് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത്. ആരാ രാജാവ്? ഭരണാധികാരി ആരാ? ഡുങ്കി. ഈ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത രൂപം കൊണ്ടത്. നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഹമ്മുറാബിയുടെ നിയമസംഹിത പരിശോധിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ആദ്യം സുമേറിയൻ ഭരണാധികാരിയായ ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത്. ലോകത്തിൽ ആദ്യമായിട്ട് നിയമങ്ങൾ ക്രോഡീകരിച്ചത് സുമേറിയൻ ഭരണാധികാരിയായിരുന്ന ഡുങ്കിയുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു പോയത്. നെക്സ്റ്റ്, ഹമ്മുറാബിയുടെ നിയമസംഹിതയെക്കുറിച്ച് പഠിക്കാം. അതായത് മെയിനായിട്ട് ഇവിടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഇങ്ങനെയാണ്: കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഏത് നിയമസംഹിതയിലുള്ളതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആലോചിച്ച് വെച്ചോളണം, ഹമ്മുറാബിയുടെ നിയമസംഹിത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളണം, മറക്കരുത്. അപ്പം മനസ്സിലാക്കി വെക്കേണ്ട അടുത്ത പോയിന്റ് ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അതായത് ആ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നിയമസംഹിതയുടെ പേരാണ് ഹമ്മുറാബി. ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിതയാണ് ഇതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പം പറഞ്ഞ കാര്യം ഇതാണ്: ലോകത്തിലെ എഴുതപ്പെട്ട ആദ്യ നിയമസംഹിത ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ? ഹമ്മുറാബിയുടെ നിയമസംഹിത. അതേപോലെ തന്നെ കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന ശിക്ഷാരീതി ഏത് സംഹിതയിലാണുള്ളത്? അത് ഹമ്മുറാബിയുടെ തന്നെയാണ്. അതേപോലെ തന്നെ ഇത് മുന്നോട്ട് വെച്ച ആരാ? ബാബിലോണിയൻ ഭരണാധികാരിയായിരുന്നു. അതാരാ? ഹമ്മുറാബിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പറ്റുകയാണെങ്കിൽ ആലോചിച്ച് വെക്കുക. BCE 1792 1750 ഇടയിലുള്ള കാലഘട്ടമാണ്. നെക്സ്റ്റ്, അടുത്തൊരു പ്രധാനപ്പെട്ട വസ്തുത സിഗുറാത്തുകൾ. എന്താന്ന് നോക്കാം. മെസപ്പൊട്ടോമിയക്കാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെട്ട പേരാണ് സിഗുറാത്തുകൾ. സിഗുറാത്ത് എന്താ? ആരാധനാലയം. അങ്ങനെയാണെങ്കിൽ പ്രധാനമായും നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ പണിതിരുന്നത്. ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചതെന്ന് ആലോചിച്ച് വെക്കുക. ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ലോകത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള ആ സിഗുറാത്ത് എവിടെയാണുള്ളത്? ഉർ നഗരത്തിലാണ്. ഉർ നഗരത്തിൽ ഇന്നും നമുക്ക് സിഗുറാത്തുകൾ കാണാൻ പറ്റും. ഈ ഭാഗം അവിടെ ക്ലിയർ അല്ലേ? അടുത്ത ഭാഗം ഈജിപ്ഷ്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ മെസപ്പൊട്ടോമിയ പഠിച്ചു. അടുത്ത സംസ്കാരമാണ് ഏത്? ഈജിപ്ഷ്യൻ സംസ്കാരം. അപ്പം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈജിപ്ഷ്യൻ സംസ്കാരം രൂപം കൊണ്ടത് ഏത് നദീതടത്തിലാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി. നൈൽ നദീതടത്തിലാണ്. ആ ചിത്രത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയില്ല ആ കാര്യം. അതേപോലെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് കെയ്റോ. ഓക്കെ, ആ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു ഏത്? കെയ്റോ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. നെക്സ്റ്റ്, ഈജിപ്തിലെ രാജാക്കന്മാര് ഫറാവ അല്ലെങ്കിൽ ഫറവോ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ഫറവോന്റെ ആ പിക്ചർ അവിടെ കാണാം. ഈജിപ്ഷ്യൻ ഫറവോന്റെ പിക്ചർ അവിടെ കാണാം. രാജാക്കന്മാർ അറിയപ്പെട്ട പേര് ഫറവോ എന്നാണ്. കൃഷിയായിരുന്നു പ്രധാനപ്പെട്ട ഇവരുടെ ഉപജീവന മാർഗം എന്ന് മനസ്സിലാക്കി വെച്ചുള്ള ഗോതമ്പ്, ബാർലി, തിന, പഴവർഗ്ഗങ്ങൾ, ചണം, പരുത്തി മുതലായവ നൈൽ നദീതടത്തിൽ സമൃദ്ധമായി വളർന്നിട്ടുണ്ടായിരുന്നു. ഈ കാർഷിക സമൃദ്ധിയാണ് നൈൽ നദീതടത്തിൽ ഒരു നാഗരിക സംസ്കാരം വളർന്നു വരാൻ ഇടയാക്കിയത്. അതിനാൽ ഈ പ്രദേശത്തെ ഈജിപ്തിനെ നൈലിൻ്റെ ദാനം എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലാക്കി വെക്കേണ്ട കാര്യം,
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് ആരാ? ഈജിപ്താണ്. അതേപോലെ തന്നെ ഇവിടെ കിട്ടേണ്ട മറ്റൊരു പോയിന്റാണ്, ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിക്കുന്ന പേരെന്താ? ഫറവോ. നെക്സ്റ്റ്, ഈജിപ്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണല്ലോ പിരമിഡുകൾ. നമ്മൾ ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈജിപ്ത് സംസ്കാരം എന്ന് കേൾക്കുന്ന സമയത്ത് മെയിനായിട്ടും മനസ്സിലേക്ക് കയറുന്ന ഒരു സംഭവമാണല്ലോ പിരമിഡ്. അപ്പോൾ ഈ ഫറവോമാരുടെ ശവകുടീരങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? പിരമിഡുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴും പ്രധാനപ്പെട്ട ലോകത്തിലെ പിരമിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് വരുന്നത് ഗിസയിലെ പിരമിഡായിരിക്കുമല്ലോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മഹത്തായ പിരമിഡാണ് ഏത്? ഗിസയിലെ പിരമിഡ് എന്ന് മനസ്സിലാക്കി വെക്കുക. ലോകത്തിലെ ഏറ്റവും വലുതാണിത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലേക്ക് പിരമിഡ് എന്ന് പറയുമ്പോൾ ഗിസയിലെ പിരമിഡ് മനസ്സിലേക്ക് വരാൻ കാരണം. നെക്സ്റ്റ്, അടുത്തായിട്ട് മമ്മികൾ. പിരമിഡ് പോലെ തന്നെ പ്രശസ്തമാണ് ഈജിപ്ത് സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് മമ്മികൾ. അതായത് മൃതദേഹം സുഗന്ധദ്രവ്യങ്ങൾ പൂശി അനശ്വരമായി സൂക്ഷിക്കുന്ന സമ്പ്രദായം ഈ ഈജിപ്തുകാർക്ക് ഉണ്ടായിരുന്നു. ഇപ്രകാരം സൂക്ഷിച്ചിരുന്ന മൃതദേഹമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മമ്മി എന്നറിയപ്പെടുന്നത്. ഫറവായിരുന്ന തൂത്തൻഖാമൻ്റെ മമ്മിയാണ് ഇവയിൽ ഏറ്റവും പ്രശസ്തമായത്. ഈജിപ്ത് സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു ആര്? തൂത്തൻഖാമ. ഓക്കെ, ആ തൂത്തൻഖാമയുടെ മമ്മിയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മമ്മി. നെക്സ്റ്റ്, ഈ മമ്മികൾ എവിടെയാണ് സംരക്ഷിക്കുന്നുണ്ടായിരുന്നത്? അത് നമ്മുടെ പിരമിഡുകൾക്കിടയിലാണ്, അല്ലെങ്കിൽ പിരമിഡുകൾക്കുള്ളിലാണ് ഇത്തരം മമ്മികൾ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള സിമ്പിളായിട്ടുള്ള പോയിന്റുകളാണ്. ഓർത്ത് വെച്ചുള്ള പിരമിഡുകളെ കുറിച്ചും മമ്മികളെ കുറിച്ചും. ഇവരുടെ എഴുത്ത് വിദ്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മെസപ്പൊട്ടോമിയയിലെ ക്യൂണിഫോമ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഈജിപ്തിലെ എഴുത്ത് വിദ്യയുടെ കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എഴുത്ത് വിദ്യ. എവിടുത്തെ എഴുത്ത് വിദ്യ? യെസ്, നമ്മുടെ ഈജിപ്തിലെ എഴുത്ത് വിദ്യയാണ് അല്ലേ. നെക്സ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കി, പുരാതന ഈജിപ്തുകാരുടെ എഴുത്ത് ലിപി ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. ചിഹ്ന രൂപവും അക്ഷരൂപവും കലർന്ന രൂപമാണ് ഏത്? ഹൈറോഗ്ലിഫിക്സ് രൂപം. ഇവിടെ നമ്മൾ അറബിയൊക്കെ വായിക്കുന്ന പോലെ വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ട് വായിച്ചിരുന്ന ഒരു ലിപിയായിരുന്നു ഇത്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധമായ എഴുത്ത് എന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളണം. അതേപോലെ തന്നെ ചിഹ്നരൂപവും അക്ഷരരൂപവും കൂടിക്കലർന്ന രൂപമായിരുന്നു ഇവരുടെ ലിപിക്കുണ്ടായിരുന്നത്. വലത്ത് നിന്ന് ഇടത്തോട്ടാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാ ലിപി? ഹൈറോഗ്ലിഫിക്സ് ലിപി. കിട്ടുമല്ലോ, സിമ്പിളായിട്ടുള്ള പോയിന്റുകൾ അല്ലേ. ഈ ലിപിയുടെ സവിശേഷതകളൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിച്ചോളണേ. അടുത്ത ഭാഗം, ഇവരുടെ ശാസ്ത്ര നേട്ടങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഗണിതവും വൈദ്യശാസ്ത്രവും ഈജിപ്തിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഗണിതശാസ്ത്രത്തിലെ ജാമിതിക്ക് തുടക്കമിട്ടത് അല്ലെങ്കിൽ അടിസ്ഥാനമിട്ടത് ഈജിപ്തുകാരായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹരണവും ഗുണനത്തിൻ്റെ കാര്യം പറഞ്ഞു. സങ്കലനം, വ്യവകലനം എന്നിവ ഇവരുടെ സംഭാവനകളായിരുന്നു. മനസ്സിലാക്കി വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, 30 ദിവസം വീതമുള്ള 12 മാസങ്ങളോടൊപ്പം 5 ദിവസം കൂട്ടിച്ചേർത്ത 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷമാണ് ഇവരുടെ സൗരപഞ്ചാംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടറിലും 365 ദിവസങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അത്തരത്തിലുള്ള കലണ്ടർ ആദ്യമായിട്ട് രൂപകൽപ്പന ചെയ്തത് ആര് തന്നെയാണ്? ഈജിപ്ത് സംസ്കാരം തന്നെയാണ്. കിട്ടിക്കൊള്ളണം. അവിടെ 30 ദിവസമുള്ള 12 മാസങ്ങൾ, അപ്പം 360 ദിവസങ്ങൾ വരും അല്ലേ. അതിന് പുറമെ 5 ദിവസങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സൂര്യൻ കറങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സോളാർ കലണ്ടർ, സൗരപഞ്ചാംഗം എന്ന രീതിയിൽ എന്ത് ചെയ്തു? അവർ കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓർത്ത് വെച്ചുള്ള. നെക്സ്റ്റ്, അടുത്തായിട്ട് ചൈനീസ് സംസ്കാരം. അടുത്ത സംസ്കാരം ചൈനീസ് സംസ്കാരം. ഏത് നദിക്കരയിലായിരുന്നു? യെസ്, ഹൊയാങ്ഹോ നദിക്കരയായിരുന്നില്ലേ. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെ അടിത്തറ. അതേപോലെ തന്നെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. അതേപോലെ മികവുറ്റ വെങ്കല ശില്പങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ചൈനീസ് ലിപിയെക്കുറിച്ചാണ് അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം,
അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചൈനക്കാരുടെ ഇടയിൽ പുരാതന കാലം മുന്നേ എഴുത്ത് സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ലിപിയായിരുന്നു അവരുടേത്. പ്രചാരത്തിലുണ്ടായിരുന്നത് ആദ്യ കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവർക്ക് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള രീതിയിൽ പിന്നീട് കാലക്രമത്തിൽ അത് മാറുന്നുണ്ട്. മാറ്റങ്ങളോടെ ആ ലിപി ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലാക്കി വെക്കുക. ആദ്യ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? കാലക്രമത്തിൽ അവർ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ രൂപപ്പെടുത്തി. ആ ചിഹ്നങ്ങൾ ഇന്നും അവർ ലിപിയായിട്ട് ചൈനയിൽ നിലനിർത്തിയിട്ടുണ്ട്. കിട്ടുമല്ലോ. ചൈനീസ് ലിപിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പിക്ചറിലൂടെ കാണാം കേട്ടോ. ഈ ഭാഗത്ത് ചൈനീസ് ലിപി നിങ്ങൾക്ക് കാണാം. അപ്പം ഓരോ സംസ്കാരത്തിൽ ഓരോ ലിപികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ലിപികളും അവരുടെ സവിശേഷതകളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞു. പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് അത് പ്രത്യേകം എഴുതി വെക്കാൻ തന്നെ പറയുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും ഒരു പ്രാവശ്യം കൂടി ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എടുത്ത് വായിച്ചു നോക്കിയാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ പേരുകൾ, ആ ലിപിയുടെ പ്രത്യേകത, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളണം. നമ്മുടെ പരീക്ഷയിലും ഈ ഭാഗം ഉറപ്പായിട്ടും ആവർത്തിക്കും. നെക്സ്റ്റ്, നമ്മുടെ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം അല്ലെ, ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, വെങ്കല യുഗത്തില് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഏകദേശം 2200 BCക്കും 1900 BC വരെയുമാണ് ഈ കാലഘട്ടം. അതായത് സിന്ധു നദീതട സംസ്കാരം BC 2600 മുതൽ BC 1900 വരെയാണ്. അതേപോലെ ഹാരപ്പയാണ് ആദ്യമായി കണ്ടെത്തിയ നഗരം. അതിനാലാണ് ഈ സംസ്കാരത്തെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. അതായത് ഈ രീതിയിൽ ഹാരപ്പൻ സംസ്കാരം മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്തായിട്ട്, ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദിക്കരയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? സിന്ധു നദീതട സംസ്കാരം. മറക്കില്ലല്ലോ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ സംസ്കാരങ്ങൾ വളർന്നു വന്നത്. അതിനാൽ ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഹാരപ്പൻ സംസ്കാരം എന്നുള്ള പേര്. പിന്നീട് ഇതിൻ്റെ കാലഘട്ടം BC 2600 മുതൽ 1900 വരെ. അതിനുശേഷം സിന്ധു നദീതട സംസ്കാരം എന്നുള്ള പേര് മനസ്സിലാക്കി വെക്കുക. ഒന്നാം നഗരവൽക്കരണം എന്ന് ഈ സംസ്കാരത്തെ അറിയപ്പെട്ടു. അപ്പോൾ ചോദിക്കും, ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെട്ട സംസ്കാരം ഏത്? ഇന്ത്യയിലെ ഒന്നാം നഗരവൽക്കരണം എന്നറിയപ്പെട്ട സംസ്കാരം ഏതെന്ന് ചോദിക്കാം. അതാണ് ഏത്? ഹാരപ്പൻ സംസ്കാരം. നെക്സ്റ്റ്, അടുത്ത പോയിന്റ്, ജോൺ മാർഷൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ പുരാവസ്തുക്കളുടെ ഉത്ഖനനത്തിനും സംരക്ഷണത്തിനുമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI എന്ന് പറയാം. 1902 മുതൽ 1928 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിരുന്നു സർ ജോൺ മാർഷൽ. അപ്പോൾ ഈ രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്ഥാപനമാണ് ഇത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിരുന്ന വ്യക്തിയായിരുന്ന ആര്? ജോൺ മാർഷൽ. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള ഗവേഷണത്തിൻ്റെ ഒടുവിലാണ് നമ്മൾ ഏത് കണ്ടെത്തുന്നത്? ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും ഹാരപ്പയാണ്. അതേപോലെ തന്നെ മോഹൻജദാരോ ഉണ്ട്, കാലിബംഗൻ ഉണ്ട്, ലോത്തലുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെയാണ് ഹാരപ്പൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂട്ടി വായിക്കേണ്ട പ്രദേശങ്ങൾ. നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ നഗരാസൂത്രണം എങ്ങനെയാണെന്ന് നോക്കാം. ഇവരുടെ പ്രധാനപ്പെട്ട സവിശേഷത തന്നെയായിരുന്നു ഏത്? നഗരാസൂത്രണം എന്ന് പറയുന്നത്. അതായത് തെരുവുകളുടെ ഇരുവശങ്ങളിലുമായാണ് അവർ വീട് വച്ചിരുന്നത്. പല പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ അങ്ങനെ കാണാൻ പറ്റും ഇപ്പോഴും. ചുട്ടെടുത്ത ഇഷ്ടികകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അതേപോലെ ആ രീതിയിൽ രണ്ട് ഭാഗത്തായിട്ട് വീടുകൾ നിർമ്മിക്കുന്ന സമയത്ത് എന്തായാലും അതിലൂടെ അഴുക്കുചാൽ വേണമല്ലോ. ആ അഴുക്കുചാൽ സമ്പ്രദായം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിരുന്നു. വീടുകളിൽ നിന്ന് മലിനജലം തെരുവിലൂടെ അഴുക്കുചാലിലൂടെ നഗരത്തിന് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോകുന്ന തരത്തിലായിരുന്നു നഗരങ്ങളുടെയും അഴുക്കുചാലുകളുടെയും ആസൂത്രണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള, അതായത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ആ നഗരാസൂത്രണമായിട്ട് ബന്ധപ്പെട്ട സവിശേഷതകൾ.
അപ്പം കിട്ടേണ്ട കാര്യം അവരുടെ പ്രധാനപ്പെട്ട സവിശേഷത നഗരാസൂത്രണമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, തെരുവുകളുടെ ഇരുവശവുമായിട്ട് എന്ത് ചെയ്തു, വീടുകൾ നിർമ്മിച്ചു. തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ട് വീടുകൾ നിർമ്മിച്ചു. അതേപോലെ തന്നെ അതിനുപയോഗിച്ച എന്താ, ചുട്ടെടുത്ത ഇഷ്ടികകളാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അഴുക്കുചാൽ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിലൂടെ മലിനജലം എന്ത് ചെയ്തു, ആ തെരുവിൽ നിന്നൊക്കെ ചാലുകളിലൂടെ എന്ത് ചെയ്തു, നഗരത്തിന് പുറത്തേക്ക് ആ മലിനജലം ഒഴുക്കിക്കൊണ്ടുപോയി. അങ്ങനെയായിരുന്നു അവരുടെ നഗരാസൂത്രണം എന്നുള്ള കാര്യം കിട്ടണം. മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് മോഹൻജദാരോ, അതേപോലെ തന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കുളം അല്ലെങ്കിൽ വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന പ്രദേശം. നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ ഇവിടെ കാണാം. അതിൻ്റെ ഒരു അവശേഷിപ്പുകളാണ് നിങ്ങൾക്ക് ഈ പിക്ചറിലൂടെ കാണാൻ പറ്റുക. മനസ്സിലാക്കി വെക്കേണ്ട ഇവിടെയുള്ള പോയിന്റ് ഇങ്ങനെയാണ്. ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമായിരുന്നു മോഹൻജദാരോ. ഇവിടുത്തെ വലിയ കുളം വലിയൊരു സവിശേഷത തന്നെയാണ്. അതായത് ഹാരപ്പൻ സംസ്കാരത്തിലെ മോഹൻജദാരോയിലെ വലിയ കുളമാണ് ഈ നഗരത്തിലെ, അതായത് മോഹൻജദാരോ നഗരത്തിലെ ഏറ്റവും വലിയ സവിശേഷമായ നിർമ്മിതി. അതായത് ഈ കുളത്തിലേക്ക് ഇറങ്ങാൻ ഇരുവശങ്ങളിലും പടവുകളും കുളിക്കാനായി കുളിമുറികളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പിക്ചറിലേക്ക് ഒന്ന് നോക്കുക എന്ന് ആദ്യം പറഞ്ഞത്. ആ രീതിയിൽ പടവുകളും കുളിക്കാനായി കുളിമുറികളും ഈ വലിയ കുളത്തിനുണ്ടായിരുന്നു. ശുദ്ധജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കാനുമുള്ള സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മോഹൻജദാരോയിലെ വലിയ കുളമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട നിർമ്മിതി. കിട്ടിയല്ലോ. അടുത്ത ഭാഗം ധാന്യപ്പുര. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്ത് തന്നെയായിരുന്നു? കൃഷി തന്നെയായിരുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സംസ്കാരങ്ങളുടെ മൊത്തം പ്രധാനപ്പെട്ട ഉപജീവന മാർഗം കൃഷി തന്നെയായിരുന്നു അല്ലേ? അപ്പോൾ ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗവും ഏത് തന്നെയാണ്? കൃഷി തന്നെയായിരുന്നു. ഗുജറാത്തിലെ രംഗ്പൂർ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ പ്രധാന ചരിത്ര ശേഷിപ്പുകളാണ് ധാന്യപ്പുര. ഹാരപ്പയിലെ പ്രധാനപ്പെട്ട ചരിത്ര ശേഷിപ്പിന് ഉദാഹരണമാണ് ഇത് ധാന്യപ്പുര. ധാന്യങ്ങൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു പിക്ചർ കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ ഹാരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെക്കുറിച്ചും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. കാണാം, അവർ കളിപ്പാട്ടം നിർമ്മിക്കുന്ന വ്യക്തികളായിരുന്നു, വിവിധതരം മുദ്രകൾ നിർമ്മിക്കുന്ന വ്യക്തികളായിരുന്നു, മൺപാത്ര നിർമ്മാണം അവരുടെ ശൈലിയായിരുന്നു, ആഭരണങ്ങൾ അവരുടെ ശൈലിയായിരുന്നു. അതേപോലെ തന്നെ നർത്തകിയുടെ പ്രതിമയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിലുള്ള കരകൗശല വിദ്യയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ആര്? നമ്മുടെ ഹാരപ്പൻ ജനത എന്ന് പറയുന്നത്. ഇവരുടെ എഴുത്തുവിദ്യ, ഹാരപ്പൻ ജനതയുടെ എഴുത്തുവിദ്യ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എഴുത്ത് രീതി ഉണ്ടായിരുന്നു. അക്ഷരങ്ങൾക്ക് പകരം ചിഹ്നങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ആ ചിഹ്നങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ പറ്റുന്നത്. മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ ഏറ്റവും അധികം കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പല പല മുദ്രകൾ ഉണ്ടായിരുന്നു. ആ മുദ്രകളിലാണ് അവരുടെ എഴുത്തുവിദ്യ അധികം കാണപ്പെട്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കി വെക്കാനുള്ളത്. അടുത്ത പോയിന്റ്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഹാരപ്പൻ സംസ്കാരത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഇപ്പം BCE 1900 കൂടിയാണ് ഹാരപ്പൻ നഗരങ്ങൾ എന്ത് ചെയ്ത് തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രധാനപ്പെട്ട കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനം തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. നിരന്തരമുണ്ടായ പ്രളയം കാരണമായിട്ടുണ്ട്. പല പ്രദേശങ്ങളും അങ്ങനെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. വനനശീകരണം പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിരുന്നു. അതേപോലെ തന്നെ ഭൂമിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെയായിരുന്നു ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. നിങ്ങൾക്കറിയാം, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് തന്നെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളുക. ഓക്കെ, താങ്ക് യു.